ഈശോയുടെ മുമ്പിലാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഉത്തരം കൊടുക്കേണ്ടതുള്ളത്. നമ്മളെ ഇട്ടേച്ച് പോയവരെയൊക്കെ ഓർത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോൾ ഈശോ നമ്മളെ ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവും. പ്രാണൻ തന്ന് നമ്മളെ സ്നേഹിച്ചിട്ട് നമ്മളിപ്പോൾ പലപ്പോഴും യൂദാസിനെ പോലെ ഈശോ മുമ്പിൽ പെരുമാറുന്നുണ്ടെങ്കിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. ഈശോയെ, നിന്നെ ഒറ്റ കൊടുത്താൽ നിന്നെ തള്ളിപ്പറഞ്ഞ 1000 യൂദാസുകൾക്ക് പകരം ഞാൻ മത്യാസായിട്ട് ജീവിക്കാം. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിലേക്ക് നിന്റെ കൂടെ നിൽക്കാൻ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാം. എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി ഇപ്പോഴും ജീവിക്കുന്ന എൻ്റെ ഈശോയെ, നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കാം. മേക്ക് എ ബ്യൂട്ടിഫുൾ ഡിസിഷൻ. മരിച്ചു കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്നൊരു ഈശോ എക്സിക്യൂട്ട് ചെയ്യപ്പെട്ട നിന്നെ, കൊല ചെയ്യപ്പെട്ട നിന്നെ, ചങ്ക് കീറി പറഞ്ഞു നിൽക്കുന്ന നിന്നെ, ചോര ചിന്തിക്കൊണ്ടിരിക്കുന്ന നിന്നെ ഉയർപ്പിക്കും. ഹി വിൽ റൈസ് യു അപ്പ്. കൈ അങ്ങ് ഉയർത്തിപ്പിടിച്ചു. നമ്മൾ ഇത്രയും കാലം കൈ നീട്ടിയില്ലേ, യാചിച്ചില്ലേ ആ പ്രണയത്തിന് വേണ്ടി, ആ സ്നേഹത്തിന് വേണ്ടി, ആ പരിഗണനയ്ക്ക് വേണ്ടി? എന്നോടൊന്ന് സംസാരിക്കുക, എന്നോടൊന്ന് ദേഷ്യപ്പെടുകയെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് നിങ്ങൾ കൈ നീട്ടി നിന്നില്ലേ, മുട്ടുകുത്തി നിന്നില്ലേ അവരുടെ മുമ്പിൽ, യാചിച്ചില്ലേ? ലെറ്റ് സ്റ്റോപ്പ് ഇറ്റ്. നമുക്കതെല്ലാം നിർത്താം. ഇനി കൈ നീട്ടിപ്പിടിക്കുന്നത്, നിന്റെ നേരെ കൈ നീട്ടിപ്പിടിക്കുന്നത് ഈശോയുടെ നേരെ മാത്രമായിരിക്കണം. നീ മുട്ട കുത്തി നിൽക്കുന്നത് ഇനി നിനക്ക് വേണ്ടി മുട്ടിടിച്ച് വീണ ഈശോയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അങ്ങനെയെങ്കിൽ കുരിശേലിങ്ങനെ കയ്യും വിരിച്ചു പിടിച്ച് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഹൃദയം തുറന്ന് സ്നേഹം തരുന്ന ആ ഈശോയെ നിനക്ക് മനസ്സിലാവും.